രാവിലെ കോടതിയിലേക്ക് പോകുന്ന പ്രതികൾ വളരെ കോൺഫിഡൻസിലായിരുന്നു. ഏതാണ്ട് ഈ മട്ടിൽ തന്നെയാകും വിധി എന്ന തരത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ പ്രതികരണം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകർ മാധ്യമങ്ങളോട് സംസാരിച്ചോ? ഒരു പ്രതികരണം ഉണ്ടാവുന്നതാണല്ലോ ശ്രീനാഥ്. അല്പസമയത്തിനകം നമ്മൾ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സംശയാതീതമായി ഈ വാദങ്ങളൊക്കെ, അന്വേഷണ ഏജൻസികളുടെ വാദങ്ങളൊക്കെ തെളിയിക്കാൻ യാതൊരു തെളിവും ഉണ്ടായില്ല എന്നതാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. അങ്ങനെ ഈ കേസിൽ എല്ലാ പ്രതികളെയും, 7 പ്രതികളെയും നീണ്ട അന്വേഷണത്തിനൊടുവിൽ NIA-യും ATS-ഉം ഒക്കെ കണ്ടെത്തിയ പ്രതികളെയെല്ലാം കോടതി യാതൊരു തെളിവുകളും, ഇവർക്കെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല രാജ്യത്തിൻ്റെ ഈ മതപരമായ ഒരു ഐക്യം അതിനൊക്കെ തന്നെ ഒരു തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഈ സ്ഫോടനം എന്നത് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാക്കാനുള്ള ശ്രമം നടന്നു എന്നതായിരുന്നു അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കണ്ടെത്തിയത്. അതായിരുന്നു പ്രതികളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അന്ന് തുടർ ആക്രമണങ്ങളോ സ്ഫോടനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടായില്ല എന്നത് നമ്മുടെ രാജ്യം അന്ന് കാണിച്ച ഒരു ജാഗ്രതയാണ്, നമ്മുടെ രാജ്യത്തെ മനുഷ്യർ കാണിച്ച ജാഗ്രതയാണ്. പക്ഷേ എന്നാൽ പോലും അതിനൊരു ശ്രമം നടന്നു എന്നതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത്. അത് അതീവ ഗൗരവമുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് തെളിയിക്കാൻ ഇപ്പോൾ കോടതിയിൽ അവർക്ക് കഴിഞ്ഞില്ല. കോടതി എല്ലാം തന്നെ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ വലിയ തിരിച്ചടിയാണ് അന്വേഷണ ഏജൻസികൾക്ക്. പിന്നെ എങ്ങനെ ഈ സ്ഫോടനം ഉണ്ടായി, പിന്നെ ആരാണ് ഇതിന് പുറകിൽ എന്ന ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും നിയമത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ അവിടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ NIA-യോ ATS-ഓ NIA ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലിൽ പോകുമോ എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. നേരത്തെ ഈ 96 സ്ഫോടനവുമായി ബന്ധപ്പെട്ട്, ഈ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികളെ വെറുതെ വിട്ടപ്പോൾ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയതാണ് നമ്മുടെ മഹാരാഷ്ട്ര സർക്കാർ. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക്, തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമോ എന്നതൊക്കെ തന്നെ നമുക്കിനി അറിയേണ്ടതുണ്ട്. ഏതായാലും പ്രതികളൊക്കെ ഇപ്പോൾ പുറത്താണ്. നേരത്തെ തന്നെ ജാമ്യത്തിലാണ് പ്രതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോൾ വിധി കേൾക്കാൻ വേണ്ടി കോടതിയിലേക്ക് എത്തുകയും ഓരോരുത്തരായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാണ്ട് വിധി ഇങ്ങനെയായിരിക്കും എന്നവർക്ക് അറിയാവുന്ന മട്ടിലാണ്. അവർ വലിയ സന്തോഷത്തോടെയും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുമാണ് ഉള്ളിലേക്ക് പോയത്. അതുപോലെ തന്നെ അവരിപ്പോൾ പുറത്തേക്കും വരുന്നു. അന്ന് പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തത് ഹേമന്ത് കർക്കറെ എന്ന ഉന്നതനായ മികച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ATS-ന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. പിന്നീട് അദ്ദേഹം ബോംബെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം അന്ന് പ്രഖ്യാ സിംഗ് ഠാക്കൂർ പറഞ്ഞ കാര്യമുണ്ട്. അവർ പറഞ്ഞത് തൻ്റെ ശാപം കൊണ്ടാണ് ഈ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടത് എന്നതായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ പലവട്ടം പലതരത്തിൽ വിവാദ പരാമർശങ്ങൾ പിന്നീട് തുടർന്നും നടത്തിയിട്ടുള്ള ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പോലും അവരെ പൂർണ്ണമായി തന്നെ കൈവിട്ട ഒരു സാഹചര്യം, ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ നികൃഷ്ടമായ ഒരു പ്രസ്താവന, അതേ തുടർന്ന് പിന്നീട് അവർക്ക് പാർട്ടിയിൽ പോലും ആ തരത്തിലുള്ളൊരു പിന്തുണ കിട്ടിയില്ല. എന്നാൽ പോലും പാർട്ടി അംഗമായി, BJP അംഗമായി ഇപ്പോഴും അവരവിടെ തുടരുന്നുമുണ്ട്, ഭോപ്പാലിൽ പ്രഖ്യാ സിംഗ് ഠാക്കൂർ. ഏതായാലും പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷം അവർക്ക് മുകളിലുണ്ടായിരുന്ന ആരോപണങ്ങൾ, അവർ പ്രതിയായിരിക്കുന്ന ഒരു പ്രമാദമായൊരു കേസ്, അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ അത് അവർക്ക് വളരെ അനുകൂലമായി മാറും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനും കഴിയുന്നതാണ്. രമേശ് ശ്രീനാഥ്, താക്കൂറും പുരോഹിതും, അഭിനവ് ഭാരതിന്റെ ഫൗണ്ടർ പുരോഹിതും ചേർന്ന് ഒരു റൈറ്റ് വിംഗ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നു അഭിനവ് ഭാരത്. അത് ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിനെതിരെ ഗൂഢാലോചന ഉണ്ടാക്കുന്നു. പല സ്ഥലങ്ങളിൽ ഗൂഢാലോചന യോഗങ്ങൾ, അത് പറഞ്ഞാൽ ഭോപ്പാലും ഇൻഡോറിലും മറ്റു സ്ഥലങ്ങളിലും അടക്കം കൃത്യമായ ഗൂഢാലോചന യോഗങ്ങൾ, കൃത്യമായ പ്ലാനിങ്, കൃത്യമായ എക്സിക്യൂഷനൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ATS-ഉം NIA-യും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ആ പറയുന്ന ഗൂഢാലോചന യോഗങ്ങൾക്കൊന്നും തെളിവ് സമർപ്പിക്കാൻ ഈ പറഞ്ഞ ഏജൻസികൾ കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീനാഥ്? തീർച്ചയായും അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ATS മക്കോക്ക ഈ കേസിൽ ചുമത്തുന്നത്. ഓർഗനൈസ്ഡ് ക്രൈം എന്നതാണ് ഈ മക്കോക്ക വകുപ്പിലൂടെ അവർ ഉദ്ദേശിച്ചത്. ഒരു ആസൂത്രണം വലിയ രീതിയിൽ തന്നെ നടന്ന ഒരു കേസ് എന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഭോപ്പാലിലും ഇൻഡോറിലും ഫരീദാബാദിലും വരെ ഈ ഗൂഢാലോചനകൾ നടന്നു, ഈ യോഗങ്ങൾ ചേർന്നു എന്നതാണ് ATS കണ്ടെത്തിയിരുന്നത്. പിന്നീട് NIA-യും ഇക്കാര്യം അവരുടെ അന്വേഷണത്തിലും ശരിവെച്ചതാണ്. ഈ യോഗങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരായ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം നടന്നു എന്നതിന് ചില തെളിവുകൾ സഹിതം അവർ പറയുകയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കാതെ പോവുകയാണ്. ഹാഷ്മി.